പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് നാളെ നടത്താൻ തീരുമാനിച്ച മാർച്ചിൽ മാറ്റമില്ലെന്ന് SSF. പുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സമരം. സൌഹൃദം മലപ്പുറത്തിന്റെ മനസ്സ് എന്ന ശീർഷകത്തിൽ നവംബർ 13-ന് മഞ്ചേരിയിൽ SSF മാനവ സംഗമം. മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മീഡിയ പബ്ലിക് റിലേഷൻ പരിശീലനത്തിന്റെ ഭാഗമായി SOS മീഡിയ ട്രെയിനിംഗ് ക്യാമ്പ് നാളെ കായംകുളത്ത്. വടക്കാഞ്ചേരി പീഡനക്കേസിൽ ആരോപണ വിധേയനായ CPM നേതാവ് ജയന്തന് സസ്പെൻഷൻ. പാർട്ടിയും പോലീസും അന്വേഷിക്കും. ഒരു റാങ്ക് ഒരു പെൻഷൻ. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ജയിൽ ചാടിയ സിമി പ്രവർത്തകരെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവ്. വിശദമായ വാർത്തകളിലേക്ക്. കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് നാളെ നടത്താൻ തീരുമാനിച്ച പ്രതിഷേധ മാർച്ചിൽ മാറ്റമില്ലെന്ന് SSF ഭാരവാഹികൾ അറിയിച്ചു. സലഫി ആശയങ്ങളുള്ള പുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് മാർച്ച്. അറബി ഭാഷയെയും ഇസ്ലാമിക സംസ്കാരത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികളാണ് സർവകലാശാലകളിൽ നടക്കുന്നതെന്നും സലഫി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വിവാദ പുസ്തകം കാലിക്കറ്റ് സർവകലാശാല അഫ്ളലുൽ ഉലമ സിലബസിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും SSF സംസ്ഥാന സെക്രട്ടറി മജീദ് അരിയല്ലൂർ അറിയിച്ചു. പുസ്തകം പിൻവലിക്കുമെന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ യൂണിവേഴ്സിറ്റി എടുത്ത താത്കാലിക നടപടികൾ വിശ്വസിക്കാൻ മുൻകാല അനുഭവങ്ങൾ അനുവദിക്കുന്നില്ല. 2004-ൽ SSF നടത്തിയ സമരത്തെ തുടർന്ന് വിദഗ്ധ സമിതി പിൻവലിക്കണമെന്ന് തീരുമാനിച്ച പുസ്തകമാണ് 10 വർഷത്തിനു ശേഷം വീണ്ടും സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ അറബി ഭാഷാ പഠനരംഗത്തെ അക്കാദമിക് നിലവാര തകർച്ചയുടെ പ്രധാന കാരണം പഠന വകുപ്പുകളിലെയും ബോർഡ് ഓഫ് സ്റ്റഡീസിലെയും സലഫി ആധിപത്യമാണ്. സംഘടനാപരമായ ആശയ പ്രചാരണത്തിനുള്ള മാർഗമായാണ് ഇവർ അറബി ഭാഷാ പഠനത്തെ കാണുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് കിതാബ് തൗഹീദെന്നും അബ്ദുൽ മജീദ് അരിയല്ലൂർ പറഞ്ഞു. അഫ്ളലുൽ ഉലമയുടേത് ഉൾപ്പെടെയുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് സംഘടനകൾ വഴി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന രീതി അവസാനിപ്പിക്കുക, അക്കാദമിക് മികവ് മുൻനിർത്തി മാത്രം വിദഗ്ധരെ നിയമിക്കുക, ഒരിക്കൽ ഒഴിവാക്കിയ വിവാദ പുസ്തകം വീണ്ടും സിലബസിൽ വന്നതിനെക്കുറിച്ച് അന്വേഷിക്കുക, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, നിലവിൽ അഫ്ളലുൽ ഉലമ കോഴ്സിന്റെ ഭാഗമായി പഠിപ്പിക്കുന്ന മുഴുവൻ പുസ്തകങ്ങളും വിദഗ്ധ സമിതിയെക്കൊണ്ട് പരിശോധിപ്പിക്കുക, സലഫി ആശയങ്ങളുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും പിൻവലിക്കുക, അഫ്ളലുൽ ഉലമ ബോർഡ് ഓഫ് സ്റ്റഡീസ് പിരിച്ചുവിടുക, ഭാഷാ സാഹിത്യ പഠനത്തെ മതസംഘടനകൾക്കിടയിലെ തർക്കങ്ങളുടെ വേദിയാക്കുന്നത് തടയുക, അറബി ഭാഷാ പഠനം നേരിടുന്ന നിലവാര തകർച്ചയ്ക്ക് സുസ്ഥിരമായ പരിഹാരം കണ്ടെത്താൻ സമഗ്രമായ ഭാഷാ പഠന നയം രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മറ്റുള്ള സർവകലാശാലകളിലേക്കും SSF സമരം വ്യാപിപ്പിക്കും. സമരങ്ങൾക്ക് തുടക്കം കുറിച്ച് നാളെ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് SSF മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അലിഫിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 17-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഫണ്ടുദ്ഘാടനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ എറണാകുളം അഹമ്മദ് കുട്ടി ഹാജിയിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് അലിഫ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി നിർവഹിച്ചു. ചടങ്ങിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അലി ദാരിമി, അമീൻ മുഹമ്മദ് ഹസൻ സഖാഫി, ഷാജഹാൻ സഖാഫി കാക്കനാട് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. സൌഹൃദം മലപ്പുറത്തിന്റെ മനസ്സ് എന്ന സന്ദേശവുമായി നവംബർ 13-ന് മഞ്ചേരിയിൽ മാനവ സംഗമം സംഘടിപ്പിക്കുന്നു. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന വർഗീയതയ്ക്കും മതഭീകരതയ്ക്കുമെതിരായ സന്ദേശമാണ് മാനവ സംഗമത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വിവിധ മതങ്ങളിലും ജാതികളിലുമുള്ളവർ ഒരേ മനസ്സോടെ ജീവിക്കുന്ന സൌഹൃദ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാൻ പുതുതലമുറയുടെ ജാഗ്രതയാണ് മാനവ സംഗമം. മാനവ സംഗമത്തിൽ ജില്ലയിലെ പ്രമുഖരായ മതനേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. ജാതി മതഭേദമന്യേ ജില്ലയിലെ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന സൌഹൃദ സമ്മേളനത്തോടെയാണ് മാനവ സംഗമം സമാപിക്കുക. ജില്ലയിൽ മതസൗഹാർദ്ദത്തിന് കരുത്തു പകരുന്ന 10 വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും. പ്രമുഖ സാഹിത്യകാരന്മാരും ഗായകരും പങ്കെടുക്കുന്ന ഒരുമയുടെ കോറസ് സൌഹൃദത്തിന്റെ വേറിട്ട അനുഭവം സമ്മാനിക്കും. മാനവ സംഗമത്തിന്റെ അനുബന്ധമായി സൌഹൃദം ഊട്ടിയുറപ്പിക്കുന്ന അനേകം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. മതസൌഹാർദ്ദത്തിന്റെ നല്ല ഭാവിക്കായി ജില്ലയിലെ 1000 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഒപ്പുചാർത്തുന്ന സ്റ്റുഡൻസ് ലൈക്ക് നടക്കും. ജില്ലയിലെ 10,000 വീടുകളിൽ മതമൈത്രിയുടെ സന്ദേശങ്ങൾ എത്തിക്കാൻ പ്രവർത്തകർ തയ്യാറായി കഴിഞ്ഞു. ഇളം ബാല്യങ്ങളിൽ ഒരുമയുടെ സന്ദേശം തീർത്ത് സൌഹൃദ മധുരം എന്ന പേരിൽ പ്രത്യേക പരിപാടി നടക്കും. ജില്ലയിലെ പ്രധാന ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സൌഹൃദ കാഹളം, സൌഹൃദത്തിന്റെ ചൂളം വിളി എന്നീ പരിപാടികൾ അരങ്ങേറും.
സമഗ്ര മീഡിയ പബ്ലിക് റിലേഷൻ പരിശീലനത്തിന്റെ ഭാഗമായി SYS ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, വിവിധ സോണുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മീഡിയ കോർഡിനേറ്റർമാർ എന്നിവർക്കുള്ള ട്രെയിനിംഗ് ക്യാമ്പ് നാളെ കായംകുളം മജ്ലിസിൽ നടക്കും. എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള തെക്കൻ മേഖലാ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. മാധ്യമങ്ങളുടെ ലോകം, പൊതുസമൂഹത്തോടൊപ്പം സൈബർ ലോകം, സമീപനം, വാർത്തയുടെ പണിപ്പുര തുടങ്ങിയ വിഷയങ്ങളിൽ മാധ്യമ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. രാവിലെ 10-ന് ആരംഭിക്കും. പങ്കെടുക്കേണ്ട പ്രതിനിധികൾ 10 മണിക്ക് മുമ്പ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് സംസ്ഥാന സെക്രട്ടറി S. ഷറഫുദ്ദീൻ അറിയിച്ചു. സമൂഹ സൃഷ്ടിപ്പിൽ വായനയുടെ പങ്ക് വളരെ വലുതാണെന്നും ഒഴിവു സമയങ്ങൾ പൂർണ്ണമായും സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെടാതെ വായിച്ചു വളരാനുള്ള വിവേകം പ്രവാസികൾ കൈക്കൊള്ളണമെന്നും സമസ്ത സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റും സഹായി വാദി ഇസ്ലാം കാര്യദർശിയുമായ അബ്ദുള്ള സഅദി ചെറുവാടി പ്രസ്താവിച്ചു. ICF ദമ്മാം സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവാസി വായനാ ക്യാമ്പയിൻ പ്രഖ്യാപനത്തിൽ അതിജീവനത്തിന്റെ വായന എന്ന പ്രമേയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് കുഞ്ഞ് അമാനി ഉദ്ഘാടനം ചെയ്തു. സലീം പാലച്ചിറ അധ്യക്ഷത വഹിച്ചു. ICF നാഷണൽ സെക്രട്ടറി നിസാർ കാട്ടിൽ ക്യാമ്പയിൻ പ്രഖ്യാപനം നടത്തി. RSC സൌദി നാഷണൽ ട്രഷറർ അബ്ദുൽ ബാരി നദവി, അബ്ദുൽ സലാം നെല്ലൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് കോഴിക്കോട് സോൺ കമ്മിറ്റികളുടെ ഫണ്ട് ശേഖരണവും നയപ്രഖ്യാപന സമ്മേളനവും ഇൻഡോർ സ്റ്റേഡിയത്തിൽ നാളെ നടക്കും. സൌത്ത്, നോർത്ത് സോണുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് ഭാരവാഹികൾ പങ്കെടുക്കും. KM റഹീം മുഖ്യപ്രഭാഷണം നിർവഹിക്കും. മുഹമ്മദ് അലി സഖാഫി വള്ളിയാട് നയപ്രഖ്യാപന പ്രസംഗം നടത്തും. യൂണിറ്റുകളിൽ നിന്ന് സമാഹരിച്ച ഫണ്ട് സമ്മേളനത്തിൽ നേതാക്കൾക്ക് കൈമാറും. ഇതു സംബന്ധിച്ച് ചേർന്ന യോഗം VT അബ്ദുള്ള കോയ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. BP സിദ്ദീഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിറയ്ക്കാം പരിമളം പാരിൽ സുഗന്ധം സൗഹൃദം നേരിൽ. നിറയ്ക്കാം പരിമളം പാരിൽ സുഗന്ധം സൗഹൃദം നേരിൽ. പിടിക്കാം കൈകളൊരു നിരയിൽ, പിടിക്കാം കൈകളൊരു നിരയിൽ, നമുക്കീ സ്നേഹപ്പുലരികളിൽ. നിറയ്ക്കാം പരിമളം പാരിൽ സുഗന്ധം സൗഹൃദം നേരിൽ. സുമോഹനം സമാഗമം വരുന്നു മാനവ സംഗമം. ഒരു നൂലിലൊരു പോൽ കോർത്തിടാം ഹൃദയങ്ങൾ, മാനവ സ്നേഹമായി ചിരി തൂകിടാം നമ്മൾ. ഒരു നൂലിലൊരു പോൽ കോർത്തിടാം ഹൃദയങ്ങൾ, മാനവ സ്നേഹമായി ചിരി തൂകിടാം നമ്മൾ. തുളുവും കന്നഡയും മലയാളങ്ങൾ, ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യ ജനങ്ങൾ, പല പല നാടിൻ സ്നേഹദളങ്ങൾ, നാം ഒരുമിക്കാം ഒരുപോൾ തിങ്കൾ. സുമോഹനം സമാഗമം വരുന്നു മാനവ സംഗമം. സ്നേഹസുമോഹന സംഗമം മാനവ സംഗമം. സൗഹൃദത്തിന്റെ വടക്കൻ പെരുമ മാനവ സംഗമം. നവംബർ 5 കാസർഗോഡ്. വടക്കാഞ്ചേരി പീഡനക്കേസിൽ ആരോപണ വിധേയനായ CPM നേതാവ് ജയന്തന് സസ്പെൻഷൻ. ജയന്തന്റെ അനുജൻ ബിനീഷിനെയും പുറത്താക്കിയെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ പറഞ്ഞു. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന് CPM. പോലീസിനു പുറമെ പാർട്ടിയും വിശദമായി അന്വേഷിക്കുമെന്ന് K. രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി മുനിസിപ്പൽ കൌൺസിലറായി തുടരും. ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ പീഡനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു. പാർട്ടി എന്ന രീതിയിലും അതിന്റേതായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സ്വീകരിക്കില്ല. നമുക്കറിയാം, വലിയ ആളുകൾ പോലും തെറ്റ് ചെയ്തപ്പോൾ യാതൊരു ദാക്ഷിണ്യമില്ലാതെ നടപടിയെടുക്കാൻ തന്റെ ഇടം കാണിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത് വലിപ്പ ചെറുപ്പമൊന്നും നോക്കാതെ കുറ്റം ചെയ്താൽ നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഈ കാര്യത്തിലും അതേ സമീപനം തന്നെയാണ് പാർട്ടി സ്വീകരിക്കുന്നത്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്.
ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ വല്ല തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് അതിനെ സംബന്ധിച്ച് ആലോചിക്കും. അതേസമയം കൂട്ടബലാത്സംഗ കേസ് കൈകാര്യം ചെയ്ത നടപടിയിലും മൊഴി എടുക്കൽ അടക്കമുള്ള തെളിവ് ശേഖരണത്തിലും പാളിച്ച സംഭവിച്ചതായി തൃശൂർ റേഞ്ച് ഐജി ആർ അജിത് കുമാർ കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ആദ്യം മുതൽ ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരാതിക്കാരിയുടെ മൊഴി എടുക്കും. ആരോപണ വിധേയനായ ജയന്തൻ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ നാളെ ഹർത്താലിന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആഹ്വാനം ചെയ്തു. സ്ത്രീ പീഡന ആരോപണ വിധേയനായ ജയന്തൻ കൌൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതിയിൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. കള്ളം പറയുന്നത് അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. സമരം ചെയ്യുന്ന വിമുക്ത ഭടന്മാരുമായുള്ള ചർച്ചയ്ക്കു ശേഷമായിരുന്നു രാഹുലിന്റെ വിമർശനം. പ്രശ്നത്തിൽ ഡൽഹിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് പോലീസുമായി ഏറ്റുമുട്ടി. വിമുക്ത ഭടൻ രാംകിഷൻ ഗ്രേവാളിന്റെ ആത്മഹത്യ ഉണ്ടാക്കിയ രാഷ്ട്രീയ അലയൊലിയിൽ രാജ്യതലസ്ഥാനം ഇന്നും ചൂടുപിടിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നാരംഭിച്ച പ്രകടനം ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമായി. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ജയിലിൽ ചാടിയ സിമി പ്രവർത്തകരെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവ്. ജസ്റ്റിസ് എസ് കെ പാണ്ഡയ്ക്കാണ് അന്വേഷണ ചുമതലയെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ഏറ്റുമുട്ടൽ വ്യാജമാണെന്ന് ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് നടപടി. ഭോപ്പാലിലെ സെൻട്രൽ ജയിലിൽ നിന്ന് വാർഡനെ കഴുത്തറുത്തു കൊന്ന ശേഷം രക്ഷപ്പെട്ട സിമി പ്രവർത്തകരെ മണിക്കൂറുകൾക്കകം മാലിഗേഡയിൽ പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത് തള്ളിക്കളഞ്ഞിരുന്നു. ഏറ്റുമുട്ടൽ വ്യാജമാണെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. താടി വളർത്തിയതിന്റെ പേരിൽ ക്ലാസിൽ നിന്ന് പുറത്താക്കിയ തനിക്ക് ക്ലാസിൽ കയറാൻ അനുമതി ലഭിച്ച് മാസങ്ങളായിട്ടും അധികൃതർ അനുവദിക്കുന്നില്ലെന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ കായിക വകുപ്പ് വിദ്യാർത്ഥി മുഹമ്മദ് ഹിലാൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംസ്ഥാനതല ബേസ്ബോൾ താരമായ തനിക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിലും വിലക്കേർപ്പെടുത്തിയെന്നും ഇയാൾ പറഞ്ഞു. കായംകുളം സ്വദേശിയായ ഹിലാൽ ഓഗസ്റ്റ് 1-നാണ് കോളേജിൽ ചേർന്നത്. താടിവെച്ചവർക്ക് ക്ലാസിൽ പ്രവേശനമില്ലെന്നും ഇത് അച്ചടക്ക ലംഘനമാണെന്നും കാണിച്ച് അധ്യാപകർ പുറത്താക്കുകയായിരുന്നു. വൈസ് ചാൻസലർക്ക് നൽകിയ പരാതിയിൽ 1 മാസം കഴിഞ്ഞ് താത്കാലിക അനുമതി നൽകി. എന്നാൽ ഇതുവരെ നടപ്പായിട്ടില്ല. അവസാനമായി പ്രധാന വാർത്തകൾ. കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് നാളെ നടത്താൻ തീരുമാനിച്ച പ്രതിഷേധ മാർച്ചിൽ മാറ്റമില്ലെന്ന് SSF. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. സൌഹൃദം മലപ്പുറത്തിന്റെ മനസ്സ് എന്ന ശീർഷകത്തിൽ നവംബർ 13-ന് മഞ്ചേരിയിൽ SSF മാനവ സംഗമം. മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മീഡിയ പബ്ലിക് റിലേഷൻ പരിശീലനത്തിന്റെ ഭാഗമായി SOS മീഡിയ ട്രെയിനിംഗ് ക്യാമ്പ് നാളെ കായംകുളത്ത്. വടക്കാഞ്ചേരി പീഡനക്കേസിൽ ആരോപണ വിധേയനായ CPM നേതാവ് ജയന്തന് സസ്പെൻഷൻ. പാർട്ടിയും പോലീസും അന്വേഷിക്കും. ഒരു റാങ്ക് ഒരു പെൻഷൻ. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ജയിൽ ചാടിയ സിമി പ്രവർത്തകരെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവ്. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.